ഈ ഡിസംബർ 9, 11 തീയതികളിൽ കേരളത്തിൽ നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെയേറെ വോട്ടർമാർ, ഏകദേശം 2.25 കോടിയോളം വോട്ടർമാർ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏകദേശം 25,000 സ്ഥാനങ്ങളിലേക്ക് ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1 ലക്ഷത്തോളം സ്ഥാനാർത്ഥികൾ, അതിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളാകെ ഒന്നാകെ പങ്കെടുക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ മാധ്യമങ്ങളുമെല്ലാം സജീവമായി പങ്കെടുക്കുന്ന ഒരു ജനാധിപത്യ ഉത്സവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ പുതുതായി അധികാരത്തിൽ വരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അതിൻ്റെ നേതാക്കന്മാരും പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ടും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺസും സിറ്റികളുടെ മേയർമാരുമൊക്കെ ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാദേശിക ഭരണം പുതിയ ഭരണസമിതികളിലേക്ക്, പുതിയ കരങ്ങളിലേക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പകർന്ന് കൊടുക്കും. അങ്ങനെ പുതുതായിട്ട് അധികാരത്തിൽ വരുന്ന ഈ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുമ്പം എല്ലാ അർത്ഥത്തിലും പ്രാദേശിക ഗവൺമെൻറ്റുകളായിട്ട് വളർന്നിട്ടുള്ള ലോക്കൽ ബോഡീസാണ്. ലോക്കൽ ബോഡീസ് നമുക്കിപ്പോൾ പറയാൻ പാടില്ല, ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് തന്നെ, പ്രാദേശിക ഗവൺമെൻറ്റുകളെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിനാൻസ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷം ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം കോടി റുപ്യയാണ് നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ചിലവാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ കൈമാറാൻ പോകുന്നത് ഏകദേശം. അതോടൊപ്പം അവർക്ക് തദ്ദേശമായിട്ടുള്ള സ്വന്തം വരുമാനവുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ, ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വിഭവശേഷിയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്, പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് കേരളത്തിലുള്ളത്. അപ്പം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോ പ്രദേശത്തെയും വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. പുതിയ ഭരണസമിതികൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറും എന്ന് നമുക്ക് കണക്കാക്കാം. ഏകദേശം 30 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഈ പരീക്ഷണം, ജനകീയാസൂത്രണത്തിൻ്റെ, വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ പരീക്ഷണം നടക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ മുന്നണി ഭേദമന്യേ കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകളെല്ലാം തന്നെ 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം കൃത്യമായ ഇടവേളകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ 5 വർഷം കൂടുന്തോറും തിരഞ്ഞെടുപ്പ് നടക്കുന്ന പതിവില്ല. നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായിട്ട് ലോക്കൽ ഗവൺമെൻറ്റ്സിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. രണ്ടാമത്, എല്ലാ 5 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു ഫിനാൻസ് കമ്മീഷനെ നിയമിക്കണമെന്ന് 73-74 ഭരണഘടനാ ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാറി മാറി ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളത് 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഇതുവരെ വന്നിട്ടുള്ള സംസ്ഥാന ധനകാര്യ കമ്മീഷനുകളുടെ എല്ലാം തന്നെ റെക്കമെൻഡേഷൻസ്, അവരുടെ റിപ്പോർട്ടുകൾ ഏതാണ്ടെല്ലാം നടപ്പിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ തുക ഡിവോൾവ് ചെയ്യുന്ന, താഴെ തട്ടിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള ഖ്യാതി കേരളത്തിന് അവകാശപ്പെട്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ അളവിൽ യഥാർത്ഥത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്ക് പണം, വിഭവങ്ങൾ കൈമാറാറില്ല. ഇപ്പം നിലവിലുള്ള 7ാം ധനകാര്യ കമ്മീഷൻ
അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് ഈ മാസം തന്നെ ആദരണീയനായ ഗവർണർക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ഗവർണർ ഗവൺമെൻറ്റിന് കൈമാറുകയും നിയമസഭയിൽ അത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടു കൂടി സംസ്ഥാന ഗവൺമെൻറ് അവതരിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ്റെ ശുപാർശകൾ വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും എന്ന് വേണം കരുതാൻ. അപ്പോൾ പുതുതായിട്ട് അധികാരത്തിലെത്താൻ പോകുന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺസും മേയർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും DPC അധ്യക്ഷന്മാരും എല്ലാം തന്നെ അവർക്കുള്ള പണം വിതരണം ചെയ്യുന്നതിനുള്ള രീതി കാലികമായിട്ട് പരിഷ്കരിച്ച് ഈ 26-27 വർഷം മുതൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാലഘട്ടത്തിലെ പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങളോട് കൂടിയായിരിക്കും അവർക്കെല്ലാം പണം വിതരണം ചെയ്യുന്നത്. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ വലിയ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന നിലയ്ക്ക് കാണേണ്ട ഈ പഞ്ചായത്ത് പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും കാണേണ്ടത്. കേരളം തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ നാടിനെ എങ്ങനെ ഭരിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിക്കുന്നതിനുള്ള പ്രാപ്തിയുള്ളവരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ തന്നെ ആവും ഇതിൻ്റെ ഫലവും തുടർന്നുള്ള കാര്യങ്ങളും എന്ന് പ്രതീക്ഷിക്കാം.